ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലൻ 2 ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് പാരസെറ്റാമോൾ ഗുളികയാണ്. ഇപ്പോൾ 2 പാരസെറ്റാമോൾ ഗുളിക നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ എലി, പല്ലി, പാറ്റ ഇതിനെയൊക്കെ നമുക്ക് ഒന്നിച്ച് തുരത്താനുള്ള നല്ല സൂപ്പർ ടിപ്പാണ്. അപ്പോൾ നമുക്ക് 2 പാരസെറ്റാമോൾ ഗുളിക നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇടിക്കലുണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു പാത്രം അതിനകത്തോട്ടാക്കാം. ഇനി ഇതിലാവശ്യമായ സാധനം ഗോതമ്പ് പൊടിയാണ്. 1 ടീസ്പൂൺ അളവിൽ, കുറച്ച് അളവുകൾ മാത്രം മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനം, ഗോതമ്പ് പൊടി ഇല്ലെങ്കിൽ അരിപ്പൊടി. അപ്പം ഗോതമ്പ് പൊടിയാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സ്വല്പം ബിസ്ക്കറ്റ്, ഒരു മണത്തിന് വേണ്ടിയിട്ട് മാത്രം. കാരണം എലി ഇത് ആകർഷിച്ചിട്ട് വരണമല്ലോ. അപ്പോൾ എലിയാണേലും പല്ലിയാണേലും ഇഷ്ടം കൊണ്ടത് കഴിച്ചിരിക്കണം. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറച്ച് മാത്രം, ശർക്കര അതേപോലെ ഒരു സ്വല്പം പൊടി. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്രമാത്രം എലി, പല്ലി, ശല്യമൊക്കെ ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് അളവുകൾ മാത്രം എടുത്ത് കാണിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരുപാട് എലി ശല്യം, പാറ്റ, പല്ലിയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതിപ്പം ഇവിടെ അതെല്ലാം ഒഴിവായിട്ടുണ്ട്. കാരണം ഇതിപ്പോൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ 4 ഉരുളകളാക്കി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇങ്ങനെ മാത്രം വെച്ച് കൊടുത്താൽ മതി. അകത്ത് വെച്ച് കൊടുത്താൽ, നമ്മൾ കിച്ചൻ്റെ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എലികൾ, അകത്ത് കയറുന്ന കൊച്ചെലി ണ്ടല്ലോ, അതാണേലും പല്ലികളാണെങ്കിലും ഇത് കഴിച്ചിട്ട് പോയി ചത്തോളും. പുറത്ത് നമ്മുടെ എലിപ്പൊത്തിനകത്തോട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ശർക്കരയുടെ മണവും അതേപോലെ തന്നെ ബിസ്ക്കറ്റിൻ്റെ മണവും ഗോതമ്പ് പൊടിയുടെ മണമൊക്കെ ആകർഷിച്ചിട്ട് കഴിക്കും. ഇതിപ്പോൾ 2 പാരസെറ്റാമോൾ ഗുളികയ്ക്കാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കൂട്ടുകയാണെങ്കിൽ പാരസെറ്റാമോൾ ഗുളികയുടെ അളവും കൂട്ടണം കേട്ടോ. അപ്പോൾ 7, 8, 10 ഒക്കെ പാരസെറ്റാമോൾ ഗുളിക എടുക്കാം നമുക്ക്. ഇതിപ്പോൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ 2 പാരസെറ്റാമോൾ ഗുളിക അതിനനുസരിച്ചുള്ള അളവ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പം നമുക്ക് ഇതേപോലെ എലി വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നല്ലൊരു റിസൾട്ടാണിത്. നമുക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ തന്നെ നമുക്ക് പല്ലിക്കും പാറ്റയ്ക്കും എല്ലാം ഇത് കഴിച്ചിട്ട് പോയാൽ ചത്തുപോകും. കാരണം പാരസെറ്റാമോൾ ഗുളിക നമുക്ക് എത്രമാത്രം ഇടുന്നോ അത്രയും നല്ലതാണ്. അളവ് കൂട്ടിയിടുക. മറ്റുള്ള അളവുകളൊക്കെ കുറച്ച് മതി. കാരണം ബിസ്ക്കറ്റിൻ്റെയൊക്കെ ഒരു മണം മാത്രം മതി. ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ ബ്രെഡോ റസ്കോ എന്താണേലും കുഴപ്പമില്ല. അരിപ്പൊടി ഇല്ലെങ്കിൽ അതേപോലെ ഗോതമ്പ് പൊടി ഇതുണ്ട്. എലി ചത്ത് കിടക്കുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മൾ കൊടുത്ത് ചത്ത എലിയാണ് കാണിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതൊരു സൊല്യൂഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പാറ്റ വരുന്ന സ്ഥലത്തും പല്ലി വരുന്ന സ്ഥലത്തൊക്കെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് നവരയിലയാണ് കേട്ടോ. അപ്പം നല്ലൊരു സാധനമാണ്. നവരയിലയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു 5-6 നവരയില എടുക്കുകയാണ്. അപ്പോൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തുളസി ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മണം നമ്മുടെ കിച്ചണിലാകെ നിറഞ്ഞ് നിൽക്കുകയാണ്. കാരണം അത് തിളയ്ക്കുമ്പോഴത്തേനും നല്ലൊരു മണമായിരുന്നു. അപ്പോൾ അതേപോലെ ചെയ്ത് നോക്കുക. അതുകൊണ്ട് ഇതിപ്പം നമ്മുടെ തുളസി ഇല അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് തിളയ്ക്കുമ്പം ഭയങ്കര ഒരു മണമായിരിക്കും. ആ ഒരു മണം അടിച്ചിട്ട് തന്നെ നമ്മുടെ കിച്ചണിലുള്ള പല്ലിയും പാറ്റയൊക്കെ പോയിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ഞെട്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഒടിച്ച് ആ വെള്ളം നമുക്ക് മതി. ഒന്ന് തിളച്ച് അതിൻ്റെ ആ സത്തെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിക്കിട്ടിട്ട് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് നമുക്കൊന്നും ചേർക്കേണ്ട. മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് കൊണ്ട് തന്നെയും നമ്മുടെ ഈ ഒരു വെള്ളം നമ്മുടെ സിങ്കിലും വാഷ് ബേസിനിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്തു നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ ഒഴിവായി കിട്ടും. അതിനകത്തു നിന്ന് വരുന്ന കൊച്ചുറുമ്പുകളും പാറ്റ കുഞ്ഞുങ്ങളും അതെല്ലാം നമുക്ക് ചത്തുപോകും. അപ്പം അതിനകത്തു നിന്നൊരു നല്ല മണം കിട്ടും. അതിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ആ 2 ഇലയും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഇറങ്ങി നവരയിലയും അതേപോലെ തുളസി ഇലയുടെയൊക്കെ മണം നിറഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഇതെല്ലാം തിളച്ച് ഒന്ന് അതാക്കിയതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിനകത്തോട്ട് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ, ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ തുടച്ചു കൊടുക്കുക. സ്പ്രേ ചെയ്തിട്ട് തുടച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ സിങ്കിലും വാഷ് ബേസിനിലും ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കിയിട്ട് അതിനകത്ത് വരുന്ന പാറ്റ, പല്ലിക്കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ലോണം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുക്കാം. ഇത് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുകയോ അതല്ലെങ്കിൽ അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കുകയോ എങ്ങനെ വേണേലും ഇഷ്ടമുള്ള കണക്ക് ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലൻ 2 ടിപ്പാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം, എന്നാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അയലയോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസമൊക്കെ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്പ്രേ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ രാത്രി സമയത്ത് കൊതുക് കയറത്തില്ല, ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതെല്ലാം നമ്മൾ ചെരുപ്പിടുന്ന ഭാഗത്തൊക്കെ, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഇഴജന്തുക്കളൊക്കെ കയറുന്ന ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്മെല്ലടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കിയിട്ടു കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അലർജി പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ കൊച്ചുങ്ങളുള്ള സ്ഥലത്തൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്ത് എപ്പോഴും ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഉറുമ്പ് വരുന്ന ആ പൊത്തിലകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഇല്ല എന്നാലും ഞാൻ കാണിച്ചു തരികയാണ്. ആ ഭാഗത്തെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഉറുമ്പ് അതേപോലെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. സിങ്കിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങളും ഉറുമ്പ് കുഞ്ഞുങ്ങളും എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ വാഷ് ബേസിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ടിപ്സ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.